ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കാസർഗോഡ് വിദ്യാനഗറിൽ നല്ല തകർപ്പനൊരു ഫെസ്റ്റ് നടക്കുവാണേ. അത്ഭുത വെള്ളച്ചാട്ടമാണ് ഈ ഫെസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് അറിഞ്ഞിട്ട് അത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. കഴിഞ്ഞ ഓണം വെക്കേഷന് ഞങ്ങൾ കൊല്ലത്തായിരുന്നപ്പം അവിടെ ഇതേ ഫെസ്റ്റ് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് തീരെ സമയമില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഈ വെള്ളച്ചാട്ടം നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് എന്താ ഇന്നിപ്പോൾ അതേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എത്തിയില്ലേ. 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട, അതിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും 150 രൂപയാണ് ചാർജ്. അകത്തൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് സമയം. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മോഡലാണിത്. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. സത്യമായിട്ട് ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിൽ എന്താ, അതിൻ്റെ ഒരു മോഡലെങ്കിലും കാണാൻ പറ്റിയെന്ന് വിചാരിച്ച് ആശ്വസിക്കാം. എങ്ങനെയാണിത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് കേട്ടോ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ആ വെള്ളമൊക്കെ വന്ന് വീഴുന്നുണ്ടില്ലേ, ഒറിജിനലായിട്ടുള്ള വെള്ളച്ചാട്ടമാണെന്നേ തോന്നത്തുള്ളൂ. പിള്ളേർക്ക് ഇതിൽ നിന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഇത് ഈ ഫെസ്റ്റിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ. ഇനിയും എന്തൊക്കെയോ അകത്തോട്ടുണ്ട്, എല്ലാം പോയി നോക്കാം. അങ്ങ് ദൂരെ ജെയിൻറ്റ് വീലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് കയറുമ്പം അവിടെ വീണ്ടും ചെറിയൊരു വാട്ടർഫാൾ കൂടിയുണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇറങ്ങി കളിക്കാൻ പറ്റും. ഒരുപാട് കൊച്ചുകുട്ടികൾ ഇതിനകത്ത് കിടന്ന് ചാടി കളിക്കുന്നുണ്ട്. ഞാനാണെങ്കിലും മക്കൾക്ക് വേറെ ഡ്രസ്സൊന്നും കരുതിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവർ വെള്ളത്തിലിറങ്ങിയില്ല. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുമാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. പിന്നെ ഇവിടെ നമുക്കൊരു കറങ്ങുന്ന സ്റ്റാൻഡിൽ കയറി നിന്നിട്ട് സെൽഫി എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ അതിനകത്തോട്ട് കയറിയില്ല. അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു റോബോട്ടിക് ഡോഗ്. കുട്ടികളൊക്കെ ചെന്ന് അതിനെ ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ചെന്ന് ഓരോ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. പിന്നെ അകത്തോട്ട് കയറിയാൽ കുറേ ഷോപ്പുകളാട്ടോ. ഫർണിച്ചറൊക്കെ ഇവിടെ ഇങ്ങനെ ഓഫറിൽ വെച്ചിട്ടുണ്ട്. എവിടെ ഫെസ്റ്റിന് പോയാലും എൻ്റെ ഹസ്ബൻഡ് തിരഞ്ഞു നടക്കുന്ന ഒന്നാണ് ബുക്കുകൾ. ഈ ഇടയായിട്ട് കുറേ ബുക്കിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് ഇവിടെ മിക്കവാറും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമായിരുന്നു. ആളുടെ കൂടെ കൂടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു ശീലമാണ് കേട്ടോ വായന. ഞങ്ങളുടെ കയ്യിലിപ്പോൾ കുറേ ബുക്കിൻ്റെ കളക്ഷനുണ്ട്. അതിൻ്റെ നമ്പർ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. തേടി നടന്ന ബുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. 3 ബുക്ക് ഇവിടെ വാങ്ങി. മക്കൾക്ക് പിന്നെ എവിടെ ചെന്നാലും ഇതുപോലെ കളറ്, സ്കെച്ച് അങ്ങനത്തെ ഉള്ള കുറച്ച് സാധനങ്ങളോടാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടുന്നതും വാങ്ങി. അടുത്തതാണ് കൊതിപ്പിക്കുന്ന പല വെറൈറ്റീസിലുള്ള അലുവ. ഇതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല, എല്ലാം കണ്ടങ്ങ് പോവുമായിരുന്നു. പിന്നെ അതേ പഴയ കാലത്തെ കുറച്ച് മിഠായികൾ, പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന മിഠായികൾ എല്ലാം ഇങ്ങനെ കണ്ടു നടക്കാൻ നല്ല രസമുണ്ട്. പിന്നെയും അങ്ങോട്ട് നടന്നാൽ കുറേ ഷോപ്പുകളാണ്, എന്ത് വേണമെങ്കിലും കിട്ടും. പിന്നെ എല്ലാവരും നോക്കി നടക്കുന്ന ഫുഡ് കോർട്ട്. ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. ഞങ്ങൾ കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചു. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ വിർച്വൽ റിയാലിറ്റിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചുവിനത് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞതുകൊണ്ട് അവളെ അതൊന്ന് കാണിച്ചു കൊടുത്തു. എന്താണ് അതിനകത്ത് കാണുന്നതെന്ന് അറിയില്ല, എന്തായാലും അവൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വീഴാനൊക്കെ തുടങ്ങി. അങ്ങനെ ഏട്ടം അടുത്ത് വന്നിട്ട് പിടിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഇതിനകത്ത് സെപ്പറേറ്റ് വീഡിയോസ് എന്തുമാണ് കാണിക്കുന്നതെന്ന്. വലിയ ഒരാളാണെങ്കിൽ ഇവിടെ വന്ന് നിന്നിട്ട് ഇത് കാണുന്നതനുസരിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി കാണാൻ പോകുന്നതാണ് മഹാ അത്ഭുതം എന്നൊക്കെ പറയേണ്ടത്. മരണക്കിണറിലൂടെയുള്ള കുറച്ച് ആൾക്കാരുടെ സാഹസങ്ങൾ. ബൈക്കിൽ മാത്രമല്ല, കാറിലും. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു ഹെൽമറ്റ് പോലും അവരിട്ടിട്ടില്ല. എത്ര റിസ്ക് എടുത്തിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ശരിക്കൊന്നും നോക്കാൻ കൂടി എനിക്ക് പറ്റിയില്ല, പേടിയായി കണ്ടിട്ട്. ബൈക്കിൽ മരണക്കിണറിലൂടെയുള്ള പ്രകടനങ്ങളൊക്കെ നേരത്തെ ഒരു തവണ കണ്ടിട്ടുണ്ട്, പക്ഷേ കാർ കൊണ്ടുള്ളത് ഇത് ആദ്യമായിട്ട് കാണുവാണ്. ഇവിടെ എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡാണ് കേട്ടോ. കുറേ റൈഡുകളുണ്ട്. ഇച്ചുവിൻ്റെ ഫേവറേറ്റ് ആണ് ഈ ബലൂണിൽ കയറിയുള്ള ചാട്ടം.
അവൾ പിന്നെ അതിൻ്റെ മുകളിൽ കയറി കുറേ നേരം കളിച്ചു. എല്ലാ റൈഡിലും ഒന്നും പിള്ളേർ കയറിയില്ല. ഇവിടെ പിന്നെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട്. റിങ് എറിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ പിടിക്കുന്നത്, ഇതൊക്കെ ഓരോ വീഡിയോയിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യം ഹസ്ബൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാനും എന്താണ് സംഭവം, എങ്ങനെയാണ് കൊല്ലം കിട്ടുമെന്നൊക്കെ അറിയണ്ടേ, അതിനുവേണ്ടി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്ത് പറയാനാ, വെറുതെ കാശ് പോയത് മിച്ചം. എനിക്കൊന്നും കിട്ടിയില്ല. അവസാനമായിട്ട് ഇവിടെ ജെയിൻറ്റ് വീലുണ്ടായിരുന്നു. കഴിഞ്ഞ ഫെസ്റ്റിന് ഇതിനകത്ത് കയറിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ കയറുന്നില്ല എന്ന് വെച്ചു. അങ്ങനെ ഫെസ്റ്റ് മുഴുവൻ കണ്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.